മലയാളിയുടെ മനസ്സിലെ എക്കാലത്തെ മികച്ച കോംബോയാണ് മോഹൻലാലും ശ്രീനിവാസനും. ഈ പ്രതിഭകൾ നമുക്കായി ഒരുക്കി വെച്ച ഓരോ സിനിമയും അത്രയധികം സ്നേഹത്തോടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാലത്തെ ഹിറ്റ് കോംബോ എന്നറിയപ്പെട്ടിരുന്ന താരങ്ങൾ. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ, ചന്ദ്രലേഖ, കിളിച്ചുണ്ടൻ മാമ്പഴം, മിഥുനം, വരവേൽപ്പ്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, എത്രയെത്ര സിനിമകൾ. ഒരുമിച്ച് വന്ന സീനുകളിലെല്ലാം നമ്മളെ അവിസ്മരണീയമാക്കി ആനന്ദിപ്പിച്ചിട്ടുള്ള ഈ താരങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ശ്രീനിവാസൻ മുമ്പ് മോഹൻലാലിനെ കുറിച്ച് ചില വിവാദപരമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതായിരുന്നു വാർത്തകളുടെ പിന്നിലെ ആധാരം. എന്നാൽ ഇപ്പോൾ ഇതാ താനും ശ്രീനിവാസനും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും എന്നും തനിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ശ്രീനിവാസൻ എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ. തനിക്ക് ആരോടും പ്രശ്നങ്ങളില്ല, തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഈ അടുത്ത കാലത്ത് പോലും തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തോ പറയാൻ ശ്രമിച്ചു, അത് വേറെ രീതിയിൽ പുറത്തു വന്നു എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്നാണ് മോഹൻലാലിന്റെ വാക്കുകൾ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ താനും ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിക്കാനിരുന്നതാണെന്നും മോഹൻലാൽ പറയുന്നു. അതിൽ പ്രണവിന്റെയും ധ്യാനിന്റെയും പ്രായമായ വേഷം ചെയ്യണമെന്ന് വിനീത് ആഗ്രഹം പ്രകടിപ്പിക്കുകയും തന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷേ ശ്രീനിവാസന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഈ ഉദ്യമം മാറ്റിവെക്കുകയായിരുന്നു. പണ്ടും ശ്രീനിവാസനെ താൻ സ്ഥിരമായി വിളിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്യാറില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. ശ്രീനിവാസന്റെ മക്കളും തന്റെ വീടും തമ്മിൽ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽക്കേ വിനീതും ധ്യാനും വീട്ടിൽ വരാറുണ്ടെന്നും തനിക്ക് അദ്ദേഹത്തിനോട് യാതൊരു നീരസവും ഇല്ലെന്നുമാണ് മോഹൻലാൽ പറയുന്നത്.